ഡാഡിച്ചൻ രാജൻ ബി ദേവ് എന്ന് പറയുന്ന ആ വലിയ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ മക്കളെ പറ്റി ഒന്നും പെട്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ യക്ഷയും ഞാനും എന്ന് പറയുന്ന സിനിമയിലൂടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മകനുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ മിടുക്കനാണെന്നൊക്കെ അറിഞ്ഞത്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അഭിനയത്തിലേക്ക് വരാനുള്ള സാധനം എങ്ങനെയായിരുന്നു? യക്ഷഗാനം അതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്. അതായത് എന്നെ ഫസ്റ്റ് വിളിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ രൗദ്രം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ ഇപ്പോൾ രഞ്ജി അങ്കിളിനെ ഞാനപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വഴി വെച്ചാണ് കാണുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒറ്റ ദിവസമുണ്ട്, ഈ അച്ഛൻ്റെ കൂടെ ലൊക്കേഷനിലൊക്കെ പോകുമായിരുന്നു ഈ അഭിനയത്തിൽ വരുന്നതിന് മുമ്പ്? വളരെ കുറവായിരുന്നു. അച്ഛൻ കൊണ്ടുപോകത്തില്ല? കൊണ്ടുപോകും, പക്ഷെ വളരെ കുറച്ചേ ഞാൻ പോയിട്ടുള്ളൂ. അപ്പം ആ സമയത്തൊക്കെ പഠിച്ചതൊക്കെ ഞാൻ തമിഴ്നാട്ടിലും അവിടെയൊക്കെ ആയിട്ടൊക്കെ പഠിച്ചതൊക്കെ. അപ്പം അതുകൊണ്ട് സിനിമ വിസിറ്റ് അങ്ങനെ സിനിമാക്കാർക്കെല്ലാം അറിയാം അല്ലേ? അറിയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം നല്ലപോലെ അറിയാം. അന്നത്തെ ഒരു കൾച്ചർ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു 90s എല്ലാ സിനിമാക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓരോ ആൾക്കാരുടെ മക്കൾ എന്തെടുക്കുമെന്ന് വരെ അന്നത്തെ ഇതറിയാം. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല അങ്ങനെ അത്രയും ക്ലോസ് ആണോ എന്നുള്ളത് ഫാമിലി വൈസ് ഒക്കെ. അപ്പൊ ഇനി കഥയിലേക്ക് വന്നിട്ട് അപ്പൊ ഞാൻ അന്നേരം ഞങ്ങൾ ചേർത്തല താമസിക്കുന്നു. എറണാകുളത്ത് തേവര കോളേജിലാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ലാൻസർ എന്നെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിപ്പോയി. അപ്പം നോക്കിയപ്പോൾ ഇത്തിരി അപ്പം ആ പ്രായത്തിൽ നമുക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം എടുത്ത് വെച്ചിട്ട് ഞാനും പുറകെ റേസ് വെച്ച് എന്നെ ചെന്ന് കയറി ഓവർടേക്ക് ചെയ്ത് നോക്കിയപ്പോൾ രഞ്ജി പണിക്കര. അപ്പം അങ്ങനെ ഞാൻ ക്ലാസ് ഞാൻ പിന്നെ കണ്ണനാന്ന് പറഞ്ഞു. എടാ വണ്ടി പോയി. അപ്പം അതിനുശേഷം വീട്ടിൽ പിറ്റേ ദിവസം വന്ന് കഴിഞ്ഞപ്പോൾ അടിച്ചും പറഞ്ഞു, നീ രഞ്ജിയായിട്ട് കാർ റേസ് പിടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ് റേസ് പിടിച്ചതല്ല, ഒരു വണ്ടി ഇങ്ങനെ പോയപ്പോൾ അത് ആരാന്നറിയാൻ വേണ്ടിയാണെന്ന് കയറി നോക്കിയതാന്ന്. അപ്പോൾ പറഞ്ഞ എന്തായാലും നിന്നെ നാളെ ലൊക്കേഷനിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഒരു വേഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ അന്നേരേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ അല്ല വേഷം ഉണ്ടാകുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒന്ന് ലൊക്കേഷനിലോട്ട് പോരെ, പൂമ്പാറ്റയിൽ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന്. ശരിയെന്ന് പറഞ്ഞു. ഇപ്പം ഇത് വേഷത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് എനിക്ക് അന്നേരം ഒരു ധാരണയില്ല, നമ്മൾ കോളേജിൽ പഠിക്കുന്നൊരു പ്രായമല്ലേ. അപ്പം ഞാൻ പെട്ടെന്നൊരു ദിവസം ഒരു തോന്നൽ വന്നു, തല അങ്ങ് ഷേവ് ചെയ്തേക്കാന്ന്. ഞാൻ തല ഷേവ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കാണാൻ വേണ്ടി ലൊക്കേഷനിൽ ചെല്ലുന്നത്, അങ്കിളിനെ കാണാൻ വേണ്ടി. അപ്പോൾ ചെന്നത് പുള്ളിക്കാരനെ ഇങ്ങനെ കണ്ടത് ഇങ്ങനെ കുറച്ച് നോക്കിയിട്ട്, അയ്യോ എടാ കണ്ടാൽ നീയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. നീ എന്തിനാ തല മുട്ടയടിച്ച്? ഞാൻ പറഞ്ഞു ചുമ്മാ ഒരു രസം, എനിക്ക് മുട്ടയടിക്കാൻ തോന്നി അങ്ങനെ മുട്ടയടിച്ചു. എൻ്റെ അതൊരു പോലീസ് വേഷമായിരുന്നു. അയ്യോ അതിന് പോട്ടെ സാരമില്ല, പിന്നെ അടുത്ത വല്ലതും നോക്കാമെന്ന്. കുഴപ്പമില്ല. അന്നേരം ഏത് കുരുത്തങ്കര എടുത്താൽ മുടി വെട്ടാൻ തോന്നി എന്നുള്ളത്. അങ്ങനെ അതിലാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. അത് ചെയ്യാൻ പറ്റിയില്ല, ചാൻസ് നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഒരു വേഷം പറഞ്ഞത് നമ്മുടെ ചട്ടമ്പി നാടില്. അല്ല അന്നേരം ഉള്ളിൻ്റെ ഉള്ളിൽ നടൻ കിടന്ന് കളിക്കുക അല്ലേ ഒരു അവസരത്തിന്? അന്നേരം മറ്റേ കോളേജിലും സ്കൂളിലൊക്കെ നാടകത്തിലൊക്കെ അഭിനയിക്കും. ആ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ല. അപ്പോഴും നടൻ എന്നൊരു ലക്ഷ്യം തന്നെ മുന്നിലുണ്ട് അല്ലേ? നടനാവണമെന്നുള്ള ആഗ്രഹമുണ്ട്. നടനാവണം എന്നുള്ള ആഗ്രഹമില്ലാത്ത ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് അല്ലേ, സാധാരണ നമ്മളെ പോലുള്ള ചിന്താഗതി അല്ലല്ലോ. ഇത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ് നടന്റെ മകൻ സ്വഭാവമായിട്ട് അങ്ങനെ ഒരു ഉണ്ട്. നമ്മള് ആ പ്രായത്തിലൊക്കെ നമ്മൾ ഭാവിനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് എന്താണ് ഭാവി ചിന്തിക്കുമ്പോൾ നമ്മൾ അടിച്ചും ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ തൊഴിൽ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളൊരു സിനിമ സീരിയസ് ആയിട്ടില്ല അന്നേരം തലയിലോട്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ സിനിമ തന്നെയാണല്ലോ, നീ അങ്ങോട്ട് അങ്ങനെ അങ്ങ് കടന്നു പോകുക എന്നുള്ളതായിരിക്കും ആ സമയത്ത് ചിന്തിക്കുന്നത്. പിന്നീട് അതിന് ഹോട്ടലിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ അതിലോട്ട് പോകുന്നത്. പക്ഷെ മനസ്സിൽ സിനിമ തന്നെയാണ് അന്നേരം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ചട്ടമ്പിനാട് വിളിച്ചു. പക്ഷെ അന്നേരത്തേക്കും ഫാദർ മരിക്കുന്നത്. അപ്പോൾ ഡാഡിച്ചൻ്റെ അതിൻ്റെ അകത്ത് ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതും ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ഇതും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യക്ഷയും ഞാനും വിനയനെങ്കിൽ വിളിക്കുന്നത്. വിളിച്ചു, അങ്ങനെ ആ പടം ചെയ്തു. അതെങ്ങനെ വിനയൻ സാറിന് നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? അപ്പോൾ അദ്ദേഹത്തോട് ചാൻസ് ചോദിച്ചാണോ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്? അല്ല, ഇങ്ങോട്ട് വിളിച്ചത്. അത് അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞു, ഫോണിലെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒന്ന് കാണാൻ വേണ്ടി നമ്മളൊരു പടം തുടങ്ങുന്നുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീറോ ക്യാരക്ടർ ഒന്നും ഞാൻ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോഴേ എന്നെ ശരിക്കും കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, നിനക്ക് ചേരുന്നത് ഹീറോനേക്കാളും വില്ലനാണ്, വില്ലൻ വേഷമുണ്ട്, അത് നിനക്ക് അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വില്ലൻ മതി, ഞാൻ കംഫർട്ടബിളും വില്ലൻ വേഷം ചെയ്യാനാണ്. പക്ഷെ ആ പ്രോജക്റ്റ് അല്ല നടന്നത്, അത് മാറിയിട്ടാണ് യക്ഷീഞ്ഞാനും അന്നേരം ചെയ്യുന്നത്. അപ്പോൾ യക്ഷീഞ്ഞാനും എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ അകത്ത് വില്ലനായ മതി എന്ന് പറഞ്ഞു. വില്ലൻ വേഷമുണ്ട്. ഞാൻ ആ കഥ മൊത്തം കേട്ടപ്പോൾ എനിക്ക് വില്ലനെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്കത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ആ വ്യവസായം ഞാൻ ചോദിച്ചു മേടിച്ചതാണ് വില്ലൻ എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് പിന്നെ
പടങ്ങൾ തുടങ്ങി ഒരു 36ഓളം പടങ്ങൾ മലയാളത്തിലും തമിഴിലുമായിട്ട് അഭിനയിച്ചു. നല്ലൊരു തുടക്കമൊക്കെ കിട്ടിയതല്ലേ? നല്ല തുടക്കമായിരുന്നു. ഓക്കെ. പിന്നെ വിനയ് സാറ് എത്ര പേരെ കൊണ്ടുവന്നേക്കുന്നു, അവിടുന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നാലും മോശമായി പോയിട്ടില്ലല്ലോ. അതെ അതെ. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ചിന്തിക്കുന്ന അച്ഛൻ്റെ കാര്യമാണ്. എന്തുമാത്രം വെറൈറ്റി ക്യാരക്ടേഴ്സ്, അല്ലെ ശരിക്കും പറഞ്ഞാൽ വില്ലനിസത്തിന്റെ വേറൊരു പാറ്റേൺ അദ്ദേഹം കൊണ്ടുവന്നുള്ളതാണ്. ശരിക്കും അച്ഛൻ്റെ ഒക്കെ അഭിനയം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഫ്രണ്ട് എനിക്കൊരു FBയിലൊരു റീൽ അയച്ചു തന്നു. അപ്പോൾ നോക്കിയപ്പോൾ കാർലോസ് എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു മിനിറ്റിൻ്റെ റീൽ. അപ്പം അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ദ്രജാലം സിനിമ ഇരുന്ന് കണ്ടു ഇന്നലെ രാത്രിയിൽ. ഇന്നലെ രാത്രി ഇരുന്ന് കണ്ടു. ഈ ആകർഷികമായിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാനതിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുടെ കമന്റ്സ് ഇങ്ങനെ എഴുതിയേക്കുന്നു. അതായത് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട വില്ലൻ എന്നും പറഞ്ഞുകൊണ്ട്. അത്ര നാൾ വില്ലന്മാരുടെ ഒരു ദേഷ്യമാണല്ലോ. അതെ. അതുപോലെ തന്നെ കുറെ പേര് വർഷങ്ങളോളം വിചാരിച്ചിരുന്ന ഡാഡിച്ചന്റെ പേര് കാർലോസ് എന്നാണെന്നുള്ളത്. രാജൻ ബീദ എന്നുള്ളത് പിന്നെ പണ്ട് ഡാഡിച്ചനെ പറയുന്ന കാർലോസ് എന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ കിരിക്കാടൻ ജോസ് എന്ന് പറയുന്ന പോലെ മോഹൻ രാജൻ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ ഇപ്പോഴും കുറെ പേര് കിരിക്കാടൻ ജോസ് എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാർലോസ് എന്നാണ്. ഞാൻ കോളേജ് പഠിക്കുമ്പോഴത്തേക്ക് എന്റെ കൂട്ടത്തിൽ പഠിച്ച പിള്ളേർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രാജൻ ബീദ എന്ന് പറയുമ്പോൾ അല്ലെ കാർലോസ് എന്നുള്ള പേരോ, ഞാൻ സിനിമയിലെ ഇട്ടേക്കുന്ന പേര് ആ ക്യാരക്ടറിന്റെ പേരാ. പക്ഷെ അവരെല്ലാരും കാർലോസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഇരുന്ന് ആ പടം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു അത് ശരി വേറൊരു കൾട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു വില്ലനായിരുന്നു. ഞാൻ ഓർത്ത് ആ ക്യാരക്ടർ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ മോഡുലേഷൻ, എൻ്റെ ഡയലോഗ് ഡെലിവറി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോഴേക്കും ഞാൻ നോക്കണം നല്ല കഥ നമ്മൾ കേൾക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന കാർലോസ് വേറെ പുള്ളിയായിട്ട് ചെയ്ത് എടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ കയ്യിൽ നിന്നിട്ട് കുറേ ഡാഡിച്ചൻ്റെ മാനറിസങ്ങളുണ്ട്. അത് എല്ലാ സിനിമകളിലും കാണാൻ പറ്റും. എന്ത് വില്ലനാന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ഹ്യൂമറിനൊരു എലമെന്റ് അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യുമായിരുന്നു ഡാഡിച്ചനെ. അപ്പൊ ആ സാധനമൊക്കെ നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് നല്ലൊരു അഭിമാനമല്ലേ ഇവിടെ ചെന്നാലൊരു. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രസ്ഥാനം പോലും നമ്മൾ ചെയ്തേക്കുന്ന രാജൻ ബീദ ഫൗണ്ടേഷന്റെ കീഴിലാണ് ഈ സാധനം വരുന്നത്. അച്ഛൻ്റെ ഷൂട്ട് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് ലൊക്കേഷൻ പോയി കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പടി ഉണ്ട്. ഒത്തിരി ഷൂട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഞാൻ പോകത്തില്ലായിരുന്നു. ഒരു എന്നാ പറയുന്നത്, എല്ലാ ആർട്ടിസ്റ്റുകളെയും കണ്ടിട്ടുണ്ട്. ഒരു 10-20ഓളം 25ഓളം സിനിമകളുടെ ലൊക്കേഷനിലും പോയിട്ടുണ്ട്. പക്ഷെ ഫ്രീക്വന്റ് ആയിട്ടൊന്നും പോകത്തില്ല. അച്ഛനോട് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് നല്ലൊരു അവസരം മേടിച്ചെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ വഴി എന്തെങ്കിലും? ഞാൻ കോളേജിന്റെ ഒക്കെ ഒരു അവസാന ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ വിദ്യാഭ്യാസമൊക്കെ പയ്യെ മടക്കി വെക്കാം, സിനിമയിലേക്ക് ഇറങ്ങാം എന്നൊരു ചിന്ത വരുമല്ലോ നമുക്ക്. അപ്പം അന്നേരം ഞാൻ എന്നെ പോലെ പറഞ്ഞു എനിക്കൊരു പക്ഷെ ആദ്യം ഞാൻ ചോദിക്കുന്നത് എന്നെ ഏതെങ്കിലും ഒരു ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റ് ആക്കാമോയെന്ന് ചോദിച്ചാൽ. എനിക്ക് അന്നും ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞ് അത് ആകാടാ ഞാൻ പറയാം. അപ്പം അന്നേരം ഞാൻ പറഞ്ഞത് 2 പേരെ ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ വിനയനെങ്കിൽ അല്ലെങ്കിൽ ഷാജി കൈലാസ്. അപ്പം ഒന്ന് ഷാജി അങ്കിളിൻ്റെയൊക്കെ പറയാം, അല്ലെങ്കിൽ വിനയനെങ്കിലുടെയൊക്കെ പറയാം, എന്നെയും കൂടി നിർത്താൻ പറയാം അടുത്ത പടത്തിലെന്ന്. അപ്പം പറഞ്ഞാൽ ആകട്ടെ, അഭിനയമോ സംവിധാനമോ ഒക്കെ ചെയ്യാം, ആദ്യം വിദ്യാഭ്യാസം ഇത് തീർത്ത് സെറ്റാക്കിയിട്ട് നാളെ ഇതിനകത്ത് ക്ലച്ച് പിടിച്ചില്ലെങ്കിലും നിനക്ക് ജീവിക്കാനായിട്ട് ഈ സാധനം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതാദ്യം തീരട്ടെ, എന്നിട്ട് നമുക്ക് സിനിമയിലോട്ടൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നാലും ഡാഡിച്ചൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ആ പടങ്ങളിലൊക്കെ എന്നെ വിളിച്ചത്. പക്ഷെ ചെയ്യാൻ പറ്റിയില്ല അന്നേരത്തേക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡാഡിച്ചൻ മരിക്കുന്ന 2009 2010 പടം ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് അവസരങ്ങളിൽ ഒരുപാട് വന്നത് അല്ലേ? അതെ.